ഞാൻ കണ്ണിന്ന് വെള്ളം വരുന്നത് വിചാരിച്ചതാണ്, പക്ഷെ ഇതൊരു വൈകാരിക വിഷയമാണ്. എൻ്റെ മൂന്നാമത്തെ വിടവങ്ങളാണ്. അവസരത്തിൽ കടമ്പനിട്ടയുടെ രണ്ടുപേരും കവിതയാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അദ്ദേഹം പറഞ്ഞു വെച്ച രണ്ട് വരി ഇങ്ങനെയാണ്: നിങ്ങൾ ഓർക്കുക നിങ്ങളങ്ങനെ നിങ്ങളായി എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, 2018 സംസ്കൃത കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു കാലയളവുണ്ട്. ഞാൻ ആദ്യമായി പാളയത്തേക്ക് ബസ് കയറി ഇറങ്ങുന്നത് പഠിക്കാൻ വേണ്ടി അല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് സമരം നയിക്കുക, MG റോഡിലൂടെ മുദ്രാവാക്യം വിളിക്കുക, MG റോഡിലൂടെ ABVPക്കെതിരെ RSSനെതിരെ മുദ്രാവാക്യം വിളിക്കുക, RSS വരെ MG റോഡിലൂടെ തല്ലുക, BJPയുടെ പിടിവെപ്പിക്കുക. ഇതായിരുന്നു എൻ്റെ സംസ്കൃത കോളേജിലേക്ക് വരുമ്പോൾ ആദ്യത്തെ എന്റെ ലക്ഷ്യം. പഠിക്കുക എന്നുള്ളൊരു അജണ്ടയെ എന്റെ നിഘണ്ടുവിലില്ലായിരുന്നു. ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൊടി കത്തിച്ചിട്ടുണ്ട്, RSS മർദ്ദിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ RSSകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിലേക്ക് സമരം നയിച്ചിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, ജലദൂരേക്ക് കൊണ്ടിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് ഭാഗമായിട്ടുണ്ട്. അപ്പോ അങ്ങനെ സംസ്കൃത കോളേജിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് പാളയം ഏരിയ കമ്മിറ്റി എന്ന് അഭിമാനത്തോടെ എനിക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും. കാരണം 2018 ഞാൻ കോളേജിൽ അഡ്മിഷൻ എടുക്കും, 2024 ഞാൻ ഇറങ്ങുന്ന ഒരു 7 വർഷ കാലയളവിൽ പാളയം ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2020 ഞാൻ പാളയം ഏരിയ കമ്മിറ്റി അംഗമായിട്ട് വന്നു. കഴിഞ്ഞൊരു 4-5 വർഷ കാലയളവിന് പാളയം ഏരിയ കമ്മിറ്റി അംഗമായിട്ട് വന്നു. ഇപ്പൊ നിലവിൽ അന്ന് എന്റെ കൂടെ പാളയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നതിൽ നിലവിൽ ഇപ്പൊ കമ്മിറ്റിയിലുള്ള നിലവിൽ ശ്രീജിത്തുണ്ട്, വേറെ ആരില്ല എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ബാക്കി ആഷിഖ് അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോ പാഠശാല ഏരിയ സെക്രട്ടറിയാണ്. പിന്നെ ഞാൻ ഈ കമ്മിറ്റിയിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് സഖാവ് നബുൽ, സഖാവ് നസീം. ഞാനും നസീമാണ്. നസീം സെക്രട്ടറിയുടെ സമയത്താണ് ഞാൻ അവിടെ യൂണിറ്റ് പ്രസിഡന്റ് ആവുന്ന സംസ്കൃത കോളേജിലെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞ ഘട്ടത്തിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം ഞാൻ പഠിച്ച ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു വൈകാരിക നിമിഷം. കാരണം കോവിഡ് സമയത്ത് പോലും ഒരുപക്ഷെ ക്യാമ്പസ് 24 മണിക്കൂർ ആളില്ലായിരുന്നു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞാനും നസീമും സച്ചും രാവിലെ 10 മണിക്ക് കോളേജ് വന്നു കഴിഞ്ഞാൽ രാത്രി 1 മണിക്കാണ്. കോവിഡ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്ന സമയത്ത് പോലും പാളയം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ SFI ആയിട്ട് നിന്ന് അവിടുത്തെ സ്വിഗ്ഗി വഴി അവിടുത്തെ വിദ്യാർത്ഥികൾ, ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാളയത്തെ SFIക്ക് വേണ്ടിയിട്ട് നമ്മൾ പോരാടിയിട്ടുള്ളത്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാരുടെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാനുടെ പേര് എടുത്തു പറയുന്നില്ല, കാരണം ഒരു പേര് ആരെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ അതും വലിയൊരു പ്രശ്നമായി മാറും. അതുകൊണ്ട് ആരുടെ ഞാൻ പേര് എടുത്തു പറയുന്നില്ല. പിന്നെ ഇപ്പോഴും കരുത്തായി നിൽക്കുന്ന ഞാൻ എന്റെ റോൾ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇപ്പോഴും അഭിലാഷന്റെ കൂടെയാണ് നടക്കാറുള്ളത്. അഭിലാഷേട്ടൻ ഈ ഘട്ടത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അഭിലാഷേട്ടൻ ഇല്ല. പിന്നെ ഈ സംഘടനയുടെ ഭാഗമായിട്ട് നിന്ന് എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടി. എനിക്ക് തോന്നുന്നു 2018 മുതൽ 2024 വരെ അല്ലെങ്കിൽ ഈ കാലഘട്ടം വരെയുള്ള SFIക്കാരെ ഏറ്റവും കൂടുതൽ എനിക്ക് അറിയാൻ സാധിച്ചു. ആദ്യത്തെ ക്യാമ്പസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നിന്ന് പ്രവർത്തിക്കുന്ന എന്റെ ക്യാമ്പസ് എന്ന് പറയുന്നത് സംസ്കൃത കോളേജ് തന്നെയാണ്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജാണ്. എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ കോളേജിലേക്ക് വരുന്നത്. പക്ഷെ അന്ന് എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജ് അഡ്മിഷൻ കിട്ടിയിട്ടില്ല, സംസ്കൃത കോളേജ് അഡ്മിഷൻ കിട്ടി. സംസ്കൃത കോളേജ് അഡ്മിഷൻ കിട്ടിയെങ്കിൽ പക്ഷെ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥി എന്ന പോലെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ആർട്സ് കോളേജിന്റെ ഭാഗമായി നിന്നാണ്. ആർട്സ് കോളേജിലാണെങ്കിൽ എനിക്ക് എന്റെ മൂന്നാമത്തെ ഹോം എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ഹോസ്റ്റലാണ്. അത് കഴിഞ്ഞ് പാളയത്തെ പുതിയ ക്യാമ്പസുകളുണ്ട്. ലോ കോളേജ് ഉണ്ട്, ബാട്ടണി എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, സിമന്റ് കോളേജ് ഉണ്ട്, പുതുതായി വരുന്ന കിഡ്സ് കോളേജ് ഉണ്ട്, വുമൻസ് കോളേജിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് രാത്രി കഴിഞ്ഞ 6 വർഷം അല്ലെങ്കിൽ 7 വർഷ കാലയളവിൽ രാത്രി കാലങ്ങളിൽ അതുപോലെ അത്ര പണിയെടുത്ത ഓർമ്മകൾ എനിക്ക് ഒരുപാടുണ്ട്. വുമൻസ് കോളേജ് എന്ന് പറയുമ്പോൾ ആദ്യം ഒക്കെ ഒരു രോമാഞ്ചം കൊള്ളുന്ന ഒരു സ്ഥലമാണല്ലോ എല്ലാവർക്കും. അപ്പൊ അതിന്റെ ഒരു ആവേശത്തിൽ കഴിഞ്ഞ 6 വർഷ കാലയളവിൽ ഞാൻ ഇന്നും ഓർത്തെടുക്കുന്ന വുമൻസ് കോളേജ് ഇലക്ഷന്റെ കാര്യങ്ങൾ ഈ പറയുന്ന പാളയം കേന്ദ്രീകരിച്ച് ഒരുപാട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ കാരണം. പാളയം സംസ്കൃത കോളേജ് SFI പാളയത്തെ SFI തന്നെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം SFIയിലൂടെയാണ് ഞാൻ ഈ പറയുന്ന സംസാരിക്കാനുള്ള ആർജനം ഉരുത്തിരിഞ്ഞെടുത്തത്. SFI തന്നെയാണ് എന്റെ എല്ലാമായിരുന്നത്. ഞാൻ ഈ നിലയിലേക്ക് വരും ഞാൻ ഒരു 18-19 വയസ്സ് കാലയളവിൽ
ഒരു ചെറുപ്പക്കാരൻ വഴിതെറ്റി പോകാവുന്ന എല്ലാ അവസ്ഥയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ നിന്നൊക്കെ മാറ്റി ഈ പറയുന്ന SFI ആണ് ഇന്ന് ഒരു രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു പോക്കിന്റെ ഏറ്റവും നല്ല രീതിയിലേക്കുള്ള പോക്കിന്റെ ഒരു വഴിത്തിരിവായി മാറിയത് ഈ പാളയത്തെ SFI സംസ്കൃത കോളേജ് SFI എന്റെ SFI തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു.